ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബൈയിങ് മോട്ടീവ്സും പാർട്ടിസിപ്പൻസ് ഇൻ എ ബൈയിങ് പ്രോസസ്സ് എന്നുള്ള രണ്ട് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ടൈപ്സ് ഓഫ് ബൈയിങ് മോട്ടീവ്സ്? നമ്മൾ ഓൾറെഡി 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടൈപ്സ് ഓഫ് ബൈയിങ് മോട്ടീവ്സിലെ. അത് 1 പ്രോഡക്റ്റ് ആൻഡ് പാട്രോണേജ് മോട്ടീവ്സ്, 2 ഇമോഷണൽ ആൻഡ് റാഷണൽ മോട്ടീവ്സ്, 3 ലേൺഡ് ആൻഡ് ഇൻഹറൻറ്റ് മോട്ടീവ്സ്, 4 സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ മോട്ടീവ്സ്. ഇതിൽ 2 കാറ്റഗറീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അഥവാ പ്രോഡക്റ്റ് ആൻഡ് പാട്രോണേജ് മോട്ടീവ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇമോഷണൽ ആൻഡ് റാഷണൽ മോട്ടീവ്സിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേൺഡ് ആൻഡ് ഇൻഹറൻറ്റ് മോട്ടീവ്സും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ മോട്ടീവ്സിനെയും കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ലേൺഡ് മോട്ടീവ്സ്? ലേൺഡ് മോട്ടീവ്സ് ആർ ദോസ് വിച്ച് ആർ അക്വയർഡ് ഓർ ലേൺഡ് ബൈ എ കൺസ്യൂമേഴ്സ് ഫ്രം ദി എൻവയോൺമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. These motives are social status, social acceptance, religious belief, fear, securities, etc. ലേൺഡ് മോട്ടീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെൻറ്റിൽ നിന്നും എഡ്യൂക്കേഷനിൽ നിന്നും ഒരു കസ്റ്റമറിനെ നേടിയെടുക്കുകയോ സ്റ്റഡി ചെയ്യുകയോ ചെയ്യുന്നതാണ് ലേൺഡ് മോട്ടീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേൺഡ് മോട്ടീവ്സിന് നിരവധി ഒബ്ജക്ട്സുകളുണ്ട്. ഏതൊക്കെയാണ്? സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ ആക്സെപ്റ്റൻസ്, റിലീജിയസ്, ബിലീഫ്, ഫിയർ, സെക്യൂരിറ്റി എന്നീ ലക്ഷ്യങ്ങൾ അടങ്ങിയതാണ് ലേൺഡ് മോട്ടീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇൻഹറൻറ്റ് മോട്ടീവ്സ്. Inherent motives are those which come from the physiological or basic needs such as hunger, thirst, sleep, sex, etc. These are the motives for the satisfaction of which a consumer makes his best effort, and if these motives are not satisfied, he feel mental tension. Inherent motives എന്ന് പറഞ്ഞാൽ ശാരീരികമോ അടിസ്ഥാനപരമോ ആയിട്ടുള്ള വിശപ്പ്, ദാഹം, ഉറക്കം, അതുപോലെ തന്നെ സെക്സ് മുതലായവയിൽ നിന്ന് വരുന്നവയാണ് ഇൻഹറൻറ്റ് മോട്ടീവ്സ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമറിന് അവരുടെ എഫേർട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുന്നതിന് അവർക്ക് എന്താണ്, അതിനനുസരിച്ചുള്ള സാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടായിരിക്കണം. ഒരു കൺസ്യൂമറിന് അവരുടെ എഫേർട്ട് അല്ലെങ്കിൽ അവരുടെ നീഡ്സുകൾ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ ആ കൺസ്യൂമേഴ്സിന് ആ നീഡ്സുകളുമായിട്ട് സാറ്റിസ്ഫൈഡ് ആവണം. ഈവൻ ഈ മോട്ടീവ്സുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻസ് അയാൾക്ക് വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കസ്റ്റമേഴ്സുകൾക്ക് മെൻ്റൽ ടെൻഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രോസസ്സാണ് ഇൻഹറൻറ്റ് മോട്ടീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ മോട്ടീവ്സ്. സൈക്കോളജിക്കൽ ബൈയിങ് മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ മോട്ടീവ്സ് ആർ ദോസ് മോട്ടീവ്സ് വിച്ച് ആർ ഡ്രൈവൺ ബൈ ഇൻറ്റേർണൽ psychological process like learning, perception and attitude. സൈക്കോളജിക്കൽ ബൈയിങ് മോട്ടീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേണിംഗ്, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ് തുടങ്ങിയ ഇൻറ്റേർണൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോസസ്സിലൂടെ ലീഡ് ചെയ്യുന്ന അഥവാ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു മോട്ടീവ്സിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ബൈയിങ് മോട്ടീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സോഷ്യൽ മോട്ടീവ്സ്. മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. He cannot live away from the influence of the society. His consumption motives are shaped by his interactions with members of his family and society. Thus, social motives are those motives which are influenced by the society in consumers' life. സോഷ്യൽ മോട്ടീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ അഥവാ മാൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ബീയിങ് ആണ്, അഥവാ ഒരു സാമൂഹികമായിട്ടുള്ളൊരു വ്യക്തിയാണ് മാൻ എന്ന് പറയുന്നത്. ഹി കനോട്ട് ലൈവ് അവേ ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റീൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ഒരിക്കലും ഒരു ഹ്യൂമണിന് സാധിക്കില്ല. ഹിസ് കൺസംഷൻ മോട്ടീവ്സ് ആർ ഷേപ്ഡ് ബൈ ഹിസ് ഇൻട്രാക്ഷൻ വിത്ത് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ആൻഡ് സൊസൈറ്റി. ഈ പറയുന്ന വ്യക്തികൾക്ക് അഥവാ ഹ്യൂമൻസിന് ഫാമിലീസിനെയും സൊസൈറ്റിനെയും അതുപോലെ തന്നെ മെമ്പേഴ്സുകളെയും ഇവയെല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കൺസംഷൻ മോട്ടീവ്സുകൾ ഫോമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അഥവാ ഫോം ചെയ്യാൻ പറ്റുന്നത്.
അഥവാ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമണിന് അവരുടെ ഫാമിലിൻ്റെയും അവരുടെ സൊസൈറ്റിയിലെയും അവരുടെ മെമ്പേഴ്സുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഒരു കൺസംഷൻ മോട്ടീവ്സ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ദ സോഷ്യൽ മോട്ടീവ്സ് ആർ ദോസ് മോട്ടീവ്സ് വിച്ച് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സൊസൈറ്റി ഇൻ വിച്ച് കൺസ്യൂമേഴ്സ് ലൈവ്. ഇവിടെ പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ലൈവ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് സോഷ്യൽ മോട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് മോട്ടീവ്സുകൾ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇമോഷണൽ ആൻഡ് റാഷണൽ മോട്ടീവ്സ് പറഞ്ഞു, പ്രോഡക്റ്റ് ആൻഡ് പാട്രോണേജ് മോട്ടീവ്സ് പറഞ്ഞു, ദെൻ ലേൺഡ് ആൻഡ് ഇൻഹറൻറ്റ് മോട്ടീവ്സ്, ദെൻ ഫൈനലി സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ മോട്ടീവ്സ്. ടൈപ്സ് ഓഫ് മോട്ടീവ്സ് എസ് എ ചാൻസലർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് പാർട്ടിസിപ്പൻസ് ഇൻ എ കൺസ്യൂമർ ബൈയിങ് പ്രോസസ്സ്. കൺസ്യൂമർ ബൈയിങ് പ്രോസസ്സിനെ ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടീസ് ഏതൊക്കെയാണ്? 6 പാർട്ടീസാണ് നമുക്ക് പറയാനുള്ളത്. 1 ഇനീഷ്യേറ്റർ, 2 ഇൻഫ്ലുവൻസർ, 3 ഡിസൈഡർ, 4 ബയ്യർ, 5 യൂസർ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇനീഷ്യേറ്റർ? ഇനീഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ പേഴ്സൺ ഹു കിക്സ് ഓഫ് ദ ഐഡിയാസ് ഓഫ് ബൈയിങ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് വാങ്ങുക എന്ന കോൺസെപ്റ്റ് അത് ഉപേക്ഷിക്കുന്ന വ്യക്തിയാണ് ഇനീഷ്യേറ്റർ എന്ന് പറയുന്നത്. ദിസ് പേഴ്സൺ ഓഫൺ സജസ്റ്റ് ന്യൂ ഐഡിയാസ്, ഗോൾസ്, സൊല്യൂഷൻസ് ഓർ അപ്രോച്ചസ്. ഇത്തരത്തിലുള്ള വ്യക്തികൾ പലപ്പോഴും പുതുതായിട്ടുള്ള ആശയങ്ങൾ, ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ പരിഹാരങ്ങൾ, സൊല്യൂഷൻസുകൾ ഇതൊക്കെ എന്താണ് നിർദ്ദേശിക്കാറുണ്ട് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇൻഫ്ലുവൻസർ എന്ന് പറയുകയാണെങ്കിൽ ഹി ഈസ് ദ പേഴ്സൺ ഹു എക്സേർട്ട് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ പർച്ചേസ് ഡിസിഷൻ ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ബൈയിങ് ഡിസിഷൻ അഥവാ പർച്ചേസിങ് ഡിസിഷൻസിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡിസൈഡർ. ഹി ഈസ് ദ പേഴ്സൺ ഹു ടേക്സ് ദ ഫൈനൽ ഡിസിഷൻസ് ഓഫ് ദ പർച്ചേസിങ് എ പ്രോഡക്റ്റ്. ഡിസൈഡർ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ ഡിസൈഡർ എന്ന് പറയുന്നത്. ബയ്യർ. ഹി ഈസ് ദ പേഴ്സൺ ഹു പർച്ചേസ് എ പ്രോഡക്റ്റ്. ഹി മേ ബി ദ ഡിസൈഡർ ഓർ സം അതർ പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് ഹിം. ബയ്യർ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന വ്യക്തിയാണ് ബയ്യർ എന്ന് പറയുന്നത്. അവർ ഡിസൈഡ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയോ ആവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബയ്യർ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തി. ദെൻ യൂസർ. ഹി ഈസ് ദ പേഴ്സൺ ഹു യൂസസ് ഓർ കൺസ്യൂം എ പ്രോഡക്റ്റ്. ഹി മേ ബി ദ ഡിസൈഡർ ഓർ ബയ്യർ. യൂസർ എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ യൂസർ എന്ന് പറയുന്നത്. ഇതിലെന്താണ്? ഒന്നില്ലെങ്കിൽ ഡിസൈഡേഴ്സിന് തീരുമാനിക്കാം അല്ലെങ്കിൽ ബയ്യേഴ്സിനും തീരുമാനിക്കാം. അതാണ് മെയിനായിട്ടുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബയ്യിങ് പ്രോസസ്സിൽ വരുന്ന മെയിൻ പാർട്ടിസിപ്പൻസ് ഇവർ 5 പേരാണ്. 1 ഇനീഷ്യേറ്റർ, 2 ഇൻഫ്ലുവൻസർ, 3 ഡിസൈഡർ, 4 ബയ്യർ, 5 യൂസർ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് നമ്മൾ എടുത്തത് എന്താണ് പാർട്ടിസിപ്പൻസിൻ്റെ ബൈയിങ് പ്രോസസ് എന്നും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബൈയിങ് മോട്ടീവ്സിൻ്റെ ലാസ്റ്റ് 2 ടൈപ്സുകളുമാണ് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.